നമസ്കാരം. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. കേന്ദ്ര ധനമന്ത്രിയുമായി കെ.വി. തോമസ് നാളെ കൂടിക്കാഴ്ച നടത്തും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഡൽഹിയിലെ പ്രതിനിധി കെ.വി. തോമസ് നാളെ കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പാക്കേജുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും സർക്കാർ കൈമാറിയിട്ടുണ്ട്. ചർച്ച പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് കെ.വി. തോമസ് പറയുന്നു. നാളെ 3:30 നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക. വയനാട് പാക്കേജ്, കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്ര ധനമന്ത്രാലയത്തിന് മുന്നിലുണ്ട്. ഏത് വിഷയമായിരിക്കും ചർച്ചയ്ക്കെടുക്കുക എന്നത് തനിക്കറിയില്ലെന്ന് കെ.വി. തോമസ് പറഞ്ഞു. കേന്ദ്രം വയനാട് വിഷയത്തിൽ തീരുമാനം സ്വീകരിക്കണം. കേരളം ഔദാര്യമല്ല ചോദിക്കുന്നതെന്ന് കെ.വി. തോമസ് പറഞ്ഞു. 2000 കോടി വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. വയനാട് മാത്രമല്ല, മറ്റു വിഷയങ്ങളിൽ തീരുമാനം വേണം. കേന്ദ്രം പ്രതികൂല സമീപനം സ്വീകരിക്കുമെന്ന് കരുതുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വർണം കടത്തിയ വാഹനം കൊള്ളയടിച്ച സംഭവം. 2 പേർ പിടിയിൽ. കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് സ്വർണം കടത്തിയ വാഹനം കൊള്ളയടിച്ച 2 പേർ പിടിയിൽ. സാംഗ്ലി സ്വദേശികളായ നവനീത്, സൂരജ് എന്നിവരെയാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് 16 ലക്ഷം രൂപ കണ്ടെടുത്തു. കേസ് അന്വേഷണം കേരളത്തിലേക്കും വ്യാപിപ്പിക്കും. കർണാടകയിലെ ബലഗാവിൽ ഈ മാസം 15-നാണ് കവർച്ച നടന്നത്. കാർ ഉപേക്ഷിച്ച പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള സ്വർണം മഹാരാഷ്ട്രയിൽ എത്തിച്ച പണവുമായി മടങ്ങുകയായിരുന്നു 3-അംഗ സംഘം. ഇവരെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് വാഹനം തട്ടിയെടുത്തത്. ഉപേക്ഷിച്ച കാറിലുണ്ടായിരുന്ന രഹസ്യ അറയിൽ നിന്ന് 1 കോടി രൂപ കണ്ടെത്തിയിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 1.17 കോടി രൂപ തട്ടിക്കൊണ്ടുപോയതായിരുന്നു പരാതി. പോലീസിലെ പരാതിയിലുണ്ടായ സംശയങ്ങളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. അച്ഛനും മകനും ചേർന്ന് മോഷണം. മകൻ പിടിയിൽ. ഇടുക്കി ശാന്തൻപാറയിൽ 3 ലക്ഷം രൂപയുടെ ഏലക്ക മോഷ്ടിച്ച കേസിൽ കാമാക്ഷി വിപിനാണ് പിടിയിലായത്. കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി ബിജു എന്നറിയപ്പെടുന്ന ബിജുവിനായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. അണക്കര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ശാന്തൻപാറ പോത്തൊട്ടി ഭാഗത്തുള്ള ഏലം സ്റ്റോളിൽ നിന്നാണ് 3 ലക്ഷത്തിലധികം രൂപ വില വരുന്ന 125 കിലോഗ്രാം ഉണക്ക ഏലക്ക മോഷണം പോയത്. സ്റ്റോറിന്റെ പൂട്ടുപൊളിച്ചാണ് ബിജുവും മകൻ ബിബിനും ചേർന്ന് മോഷണം നടത്തിയത്. ഉടമയുടെ പരാതിയെ തുടർന്ന് ശാന്തൻപാറ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ശബരിമല ദർശനത്തിലെത്തിയ തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരിച്ചു. കായംകുളം പെരിങ്ങാല ഇല്ലയത്ത് വീട്ടിൽ രാധാകൃഷ്ണനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. എരുമേലിയിൽ നിന്ന് പരമ്പരാഗത കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് നടന്നെത്തിയ ഇദ്ദേഹം 8:30-നാണ് പമ്പയിലെത്തിയത്. തുടർന്ന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഉടൻ പമ്പ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നടൻ ഗണപതിക്കെതിരെ പോലീസ് കേസ്. നടൻ ഗണപതിക്കെതിരെ കേസെടുത്ത പോലീസ്. അമിത വേഗതയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തത്. ആലുവയിൽ നിന്നും അമിത വേഗതയിലെത്തിയ കാർ കളമശ്ശേരിയിൽ വെച്ച് പോലീസ് തടയുകയായിരുന്നു. നടനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു.